ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കാറിനുള്ളിൽ ലൈറ്റ്സിൻ്റെ വർക്കിങ്ങിനെ പറ്റി പലർക്കും വീണ്ടും സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ വലതു ഭാഗത്ത് താഴെയായിട്ട് ദാണ്ട് ഇവിടെയാണ് ലൈറ്റ്സിൻ്റെ ഫങ്ഷൻസ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. ഇവിടെ ലൈറ്റിൻ്റെ സിമ്പിളൊക്കെ കാണാം. അതിൻ്റെ ഒരു കട്ടിങ്ങിൻ്റെ ഇപ്പുറത്തെ ഒരു നോബുണ്ട്. അതിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ ഒരു യെല്ലോ കളർ ക്ലസ്റ്ററിലായിട്ടുണ്ട്. ഇതാണ് പാർക്കിംഗ് ലൈറ്റ്. ഇപ്പോൾ പാർക്ക് ലൈറ്റ് ഓൺ ആയിട്ടുണ്ടാവും. ഇനി ഒന്നും കൂടി തിരിക്കുമ്പോഴത്തേക്കും ഹെഡ്ലൈറ്റ് ഓൺ ആയിട്ടുണ്ടാവും. ഹെഡ്ലൈറ്റ് ഡിമ്മാണ്. ഇനി നമുക്ക് ബ്രൈറ്റ് ലൈറ്റാണ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്കൊന്ന് പുഷ് ചെയ്യുക. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടില്ലേ ക്ലസ്റ്ററിൽ നീല കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബ്രൈറ്റ് ലൈറ്റ്. അപ്പോൾ നമ്മൾ എല്ലാ സിറ്റുവേഷനുകളിലും ഇങ്ങനെ ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് വണ്ടി ഓടിക്കാറില്ല. ഇനി അത് ഓഫാക്കാൻ വേണ്ടി ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്കൊന്ന് പുഷ് ചെയ്യുന്നു. അപ്പം ബ്രൈറ്റ് ലൈറ്റ് ഓഫായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലാഷ് ലൈറ്റിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. ലൈറ്റ് ഓൺ ആക്കിയതിന് ശേഷം കണ്ടില്ലേ ഇങ്ങനെ ലൈറ്റ് ഓൺ ഫസ്റ്റിൽ നമ്മൾ ലൈറ്റ് ഓൺ ആക്കിയില്ല, അതുപോലെ ലൈറ്റ് ഓൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്രണ്ടിലേക്കൊന്ന് ആക്കുന്നു. ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് ആക്കുന്നു. കണ്ടില്ലേ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയിട്ടുണ്ടാവും. നൈറ്റ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹോൺ അടിക്കുന്നതിന് പകരമൊക്കെയാണ് നമ്മൾ ഈ ഫ്ലാഷ് ലൈറ്റൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും തോന്നുന്നു. ലൈറ്റ് ഓഫാക്കാൻ വേണ്ടി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുന്നു. ഇനി നമുക്ക് ഹസാർഡ് ലൈറ്റിനെ പറ്റി നോക്കാം. ഹസാർഡ് ലൈറ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അവിടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഹസാർഡ് ലൈറ്റ് ഓൺ ആയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ 4 സൈഡിലും ഇൻഡിക്കേറ്റേഴ്സും വർക്ക് ആവുന്നുണ്ടാവും. അത് ഓഫാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നമ്മളവിടെ പ്രസ് ചെയ്യുമ്പോൾ ഹസാർഡ് ലൈറ്റ് ഓഫായിട്ടുണ്ടാവും. ഈ ഹസാർഡ് ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ എമർജൻസി സിറ്റുവേഷനുകളിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതായത് നമ്മളിങ്ങനെ വണ്ടി റണ്ണിങ്ങിലാവുന്ന സമയത്ത് ഫ്യൂവൽ തീർന്നിട്ട് നമുക്ക് വണ്ടീനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. അതേപോലെ തന്നെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് വണ്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനുകളിൽ മാത്രമേ ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലാതെ ചില ആളുകളാണെങ്കിൽ ഭയങ്കര മഴ പെയ്യുന്ന സമയത്തും നൈറ്റ് പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതൊരു തെറ്റായ ശീലമാണ്. അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി നമുക്ക് ഇവിടുത്തെ നോക്കാം. ഈ നോബ് എപ്പോഴും നമ്മൾ സെൻട്രലായിട്ടാണ് വെക്കേണ്ടത്. കണ്ടില്ലേ ഇപ്പോൾ എൻ്റെ ഡോർ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ് അവിടെ ലൈറ്റ് കത്തിയത്. അപ്പം എപ്പോഴും ഇങ്ങനെ സെൻട്രൽ തന്നെ നമ്മൾ ആ ഡോറിൻ്റെ സ്ഥാനത്ത് തന്നെ ഈ നോബ് വെക്കുക. കാരണം നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും നമ്മുടെ ഡോറ് ലോക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് കത്തി കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഏതോ ഡോറ് ലോക്ക് ആയിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും ആ സെൻറ്ററിൽ ഡോർ എന്നുള്ള സ്ഥലത്തായിരിക്കണം എപ്പോഴും വെക്കേണ്ടത്. ഓഫിൻ്റെ സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ ഈ ഓണെന്ന് പറയുന്നത് നമുക്ക് നൈറ്റ് എപ്പോഴെങ്കിലും വണ്ടിക്കുള്ളിൽ ലൈറ്റിൻ്റെ ഒരു ആവശ്യം വരുന്ന സമയത്ത് മാത്രം ഈ നോബ് ലൈറ്റിൻ്റെ ഓണിൻ്റെ ആ സ്ഥലത്തേക്ക് നീക്കി വെക്കുക. അല്ലാതെ ഓഫിൻ്റെ സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഈ ലൈറ്റ്സിനെ പറ്റി ആർക്കും ഒരു ഡൗട്ടും തോന്നാൻ വേണ്ടിയിട്ട് പാടില്ല. വളരെ ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്